ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള അടപ്രഥമനാണ്. എന്ത് വിശേഷം ഉണ്ടായാലും നമ്മൾ വെക്കുന്ന ഒരു പായസമാണ് അടപ്രഥമൻ. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അടപ്രഥമൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ആദ്യം നമുക്ക് അട വേവിച്ചെടുക്കാം. ഞാൻ കുത്തുവിളക്കിൻ്റെ ബ്രാൻഡ് അടയാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാം ഉണ്ട്. കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. അട നന്നായിട്ട് വേവണം. പിന്നീട് ശർക്കരപ്പാനി ചേർത്ത് കഴിയുമ്പോൾ അട കല്ലിക്കും. അപ്പോൾ ഈ സമയത്ത് അട നന്നായിട്ട് വെന്ത് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അത് ഊറ്റിയെടുക്കണം. ശേഷം 2 പ്രാവശ്യം കഴുകണം, എന്നാലാണ് ഇതിലെ പശ പോയി കിട്ടുന്നത്. ഇത് 50 ഗ്രാം ചവ്വരിയാണ്. 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം. ചവ്വരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു വലിയ തേങ്ങ ചിരകിയെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയെടുത്ത പാലാണ്. 1 കപ്പ് ഒന്നാം പാല്. ഇത് തിക്ക് പാലെടുത്തിട്ടുള്ള തേങ്ങയിൽ നിന്നെടുത്ത 2ാം പാലാണ്. ഇതൊരു 2.5 കപ്പ് വരും. ഇത് 350 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ പൊട്ടിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്തതാണ്. നെയ്യ്, ഏലക്കായ്, ഡ്രൈ ഗ്രേപ്സ്, അരിഞ്ഞെടുത്ത തേങ്ങ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ പായസം തയ്യാറാക്കാം. ഞാൻ ചവ്വരി വേവിച്ച അതേ പാത്രത്തിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ചവ്വരി ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് വേവിച്ച അട ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. വേവിച്ച ചവ്വരി ചേർത്ത് വരട്ടിയെടുക്കാം. ചവ്വരിയും അടയും നെയ്യിൽ കിടന്ന് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വരട്ടിക്കൊണ്ടിരിക്കേണ്ട. ഈ ഒരു ടെക്സ്ചറിലെത്തുമ്പോൾ തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി 2ാം പാലിൽ കിടന്ന് നന്നായി തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇതവിടെ ഇരുന്ന് കുറുകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഏലക്കായ പൊടിച്ചെടുക്കാം. ഏലക്ക ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചാൽ മതി. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇത് 10 ഏലക്ക 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. 2ാം പാലിലെ വെള്ളം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1ാം പാല്, കട്ടിപ്പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. 1ാം പാല് ചേർത്ത് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വന്നാൽ മതി. ഒന്ന് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കുറുകി വരും. കിസ്മിസ് എല്ലാം കൂടി നെയ്യിൽ വറുത്തിടാം. നെയ്യ് ചൂടാവുമ്പോൾ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ കോരിയെടുത്ത് പായസത്തിലേക്ക് ചേർക്കാം. തേങ്ങ അരിഞ്ഞതും കൂടി വറുത്ത് കോരിയെടുക്കണം. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നെയ്യോട് കൂടി പായസത്തിലേക്ക് ചേർക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴാണ് പായസത്തിൻ്റെ എക്സാക്റ്റ് മണം കിട്ടുന്നത്. ഈസിയായി അടപ്രഥമൻ ഉണ്ടാക്കി. സെർവ് ചെയ്യുന്ന സമയത്ത് കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സിമ്പിൾ അടപ്രഥമൻ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നാളെ വേറൊരു റെസിപ്പിയായിട്ട് വരാം.